ഒരുപാട് നാൾ ശേഷമാണ് ഇത്രയും നല്ല തമിഴ് പടം കണ്ടത്. കാരണം തമിഴ് പടം എന്ന് പറഞ്ഞാൽ അടിപ്പടങ്ങളായിരുന്നു. ഇതിൽ വയലൻസ് ഉണ്ടെങ്കിലും അത് സ്ക്രിപ്റ്റ് ഡിമാൻഡിൻ്റെ വയലൻസ് ആണ്. പിന്നെ എല്ലാവരും തന്നെ പെർഫോം ചെയ്തു. ശിവകാർത്തികൻ നന്നായി ചെയ്തിട്ടുണ്ട്. ഇത് ഹിസ്റ്റോറിക് മൂവിയാണ്, സീരിയസ് മൂവിയാണ്, തമിഴ് ലാംഗ്വേജിന് വേണ്ടിയുള്ള ഫൈറ്റാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം തിയേറ്ററിൽ. ഇത് വെറും ഒരു മാസ് മസാല മൂവിയല്ല. എന്നാൽ യാതൊരു ലാഗും ഇല്ല, ഒട്ടും ബോഡിക്കില്ല. എല്ലാവരും ആക്ടേഴ്സ് പുലിപ്പുലി നമ്മൾ മലയാളത്തിൽ പുലിപ്പുലി ഇല്ല. പിന്നെ നമ്മളുടെ എല്ലാവരും ബേസ് ജോസഫ് എല്ലാവരാണ് ചെയ്യുന്നത്. ശിവകാർത്തികൻ നായികയാണെങ്കിലും ഓണത്തിയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാസ്റ്റ് ശരിയായി തോന്നിയില്ല. ഇത് നടന്ന സംഭവമാണ്. എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. മൂവിയാണ്. മറ്റേ പണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ തമിഴ്നാട്ടിൽ നല്ലൊരു കലാപത്തിന്റെ കഥയാണ്. നടന്നൊരു സംഭവമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ഒരു മലയാളം ക്യാമിയോയും വരുന്നുണ്ട്. ബേസിൽ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി ചെറിയ റോള് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി പടം. ക്ലൈമാക്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇന്റർവെൽസിന് നല്ല ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ശിവകാർത്തികന്റെ അടിപൊളി റോള്. അതുപോലെ തന്നെ ജയൻ രവി ഇടുപ്പനായിട്ട് നല്ലൊരു വില്ലൻ റോളും ചെയ്തിട്ടുണ്ട്. ജയൻ രവി അല്ല, ഇപ്പൊ ജയമോഹൻ കേട്ടോ. ഓക്കെ. It's based on Tamil imposition, so it is against Tamil Hindi imposition. So it's a riot happened in Tamil Nadu. So it was ഇപ്പം ഇറങ്ങിയുള്ളൂ. ഒരുപാട് കണ്ണേറിനു. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടിയ അങ്ങനെ ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് പോരാടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെത്രയും ഭാഗ്യവന്മാരാ. രണ്ടാളുടെയും പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. ജയൻ രവി ആയിക്കോട്ടെ, രണ്ടാളും എന്താ പറയാ, പടം എപ്പോഴും മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. അത്രയും നല്ല പടം. ബേസ് ചെറിയൊരു സംഭവം സൂപ്പറായിട്ടുണ്ട്. നമ്മളെ എല്ലാ രാജ്യക്കാരെയും നമ്മളതിൽ കാണിക്കുന്നുണ്ട്. പടത്തിന്റെ എന്ന് പറഞ്ഞാലേ എന്താ പറയാ, ഒരു നെഗറ്റീവ് പറയാനുള്ള ഒരു ഇതുമില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. മസ്റ്റ് വാച്ചിങ്. ജയൻ രവി അടക്കം എല്ലാവരും ജയൻ രവി ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് റോള് ചെയ്യുന്നത്. അപ്പോൾ അത് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം കത്തിക്കേറും. സെൻസർ ബോർഡ് ഇതിനകത്ത് അത് എന്താണ് ഇതിനകത്ത് വന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട പാഠപുസ്തകത്തിൽ കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ പടത്തിനകത്ത് നമുക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ പൂർവികരൊക്കെ കഷ്ടപ്പെട്ട് അത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന കാര്യങ്ങൾ പൂർവികർ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഈ നമുക്കറിയാത്ത ഒരു കാര്യങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഏത് ഭാഷയാണെങ്കിലും എല്ലാ ഭാഷയ്ക്കും മൂല്യമുണ്ട്. പിന്നെ എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ എല്ലാവരും സിനിമ വന്ന് കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശിവകാർത്തികൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടനാണ്. പക്ഷേ ഇത് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. നല്ല പിന്നെ നമ്മുടെ ബേസിൽ ഒന്നും പറയാനില്ല. നെഗറ്റീവ് എനിക്ക് നെഗറ്റീവ് ഒന്നും കാണാനില്ല. കാരണം കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടല്ലോ. ഈ പടം കണ്ട കുറെ കാര്യം മനസ്സിലാക്കണം. കാരണം നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പൂർവികരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ കഷ്ടപ്പെട്ട് അത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഈ നിലയ്ക്ക് നിൽക്കുന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇതിനകത്ത് വരുന്നില്ല. നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമില്ല. സിനിമയായിട്ട് കാണേണ്ടത്, അല്ലാണ്ട് നമ്മൾ പാർട്ടി ചെയ്തായിട്ട് അങ്ങനെ നമ്മൾ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല.